ഹലോ, ഐ+ലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 2025 ജൂണിൽ നടന്ന നെറ്റ് ഫിലോസഫിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ടേംസ് ഓഫ് തോട്ട്സ് ആൻഡ് ആർഗ്യുമെന്റ്സ്. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ അറിയാം ഹെഗലിന്റെ ഫിലോസഫിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹെഗൽസ് ഐഡിയ ഓഫ് റിയൽ ഇസ് ഡിഫറെന്റ് ഫ്രം വാട്ട് ദ എംപിരിസിസ്റ്റ് കോൾ ആസ് എംപിരിക്കലി റിയൽ. അപ്പോൾ ഹെഗലിന്റെ ഐഡിയ ഓഫ് റിയലും അതുപോലെ തന്നെ എംപിരിസിസ്റ്റിന്റെ ഐഡിയ ഓഫ് റിയലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് ദി ഐഡിയ ഓഫ് അബ്സല്യൂട്ട് സ്പിരിറ്റ് മാനിഫെസ്റ്റ് ഇൻ ദി ഫോം ഓഫ് ഗേസ്റ്റ്. എന്താ പറയുന്നത്? ഹെഗലിന്റെ അബ്സല്യൂട്ട് സ്പിരിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അദ്ദേഹം അതിനെ എന്ത് പേരിട്ടാ വിളിച്ചത്? ഗേസ്റ്റ് എന്നുള്ള പേരിട്ടാണ് വിളിച്ചത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഹെഗൽസ് ഫേമസ് സ്ലോഗൻ ഇസ് ദ റിയൽ ഇസ് റാഷണൽ, ദ റാഷണൽ ഇസ് റിയൽ. ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഹെഗലിന്റെ ഫിലോസഫിയുടെ ബേസിക് ആയിട്ടുള്ള സ്ലോഗനാണ് ഇതെന്ന് പറയുന്നത് ദ റിയൽ ഈസ് റാഷണൽ, ദ റാഷണൽ ഈസ് റിയൽ എന്നുള്ളത്. അടുത്ത ഡി നോക്കുമ്പോൾ ഹിസ് ഐഡിയ ഓഫ് റാഷണൽ ഓൺ ദി അതർ ഹാൻഡ് ലീഡ്സ് ടു ദി ഐഡിയ ഓഫ് സ്പിരിറ്റ് ദാറ്റ് ഇസ് അബ്സല്യൂട്ട്. എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ റാഷണൽ എന്ന് പറയുന്ന ഐഡിയ ഏതിലേക്കാണ് നയിക്കുന്നത്? ഐഡിയ ഓഫ് സ്പിരിറ്റിലേക്കാണ് നയിക്കുന്നത് എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഫോർ ഹെഗൽ എംപിരിസിസ്റ്റ് വുഡ് ബി ഇർറാഷണൽ. എംപിരിസിസ്റ്റ് ഇർറാഷണൽ ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ അവർ അറേഞ്ച് ചെയ്ത് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും അദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള തോട്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഏതാ വരുന്നത്? ഹെഗലിന്റെ ഫേമസ് സ്ലോഗൻ ആയിട്ടുള്ള ദ റിയൽ ഇസ് റാഷണൽ, ദ റാഷണൽ ഇസ് റിയൽ. ഇതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. സി വരുന്ന 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, 3 തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി രണ്ടാമത് ഏതാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരുന്നത് എന്തായിരിക്കും? ഈ റാഷണൽ ഇസ് റിയൽ, റിയൽ ഇസ് റാഷണൽ എന്നുള്ളത് കണക്ട് ചെയ്ത് വരുന്ന കാര്യം എന്താണ്? എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? എന്താ പറയുന്നത്? ഹെഗലിന്റെ ഐഡിയ എന്ന് പറയുന്ന ഐഡിയ ഓഫ് റിയൽ എന്ന് പറയുന്നത് എംപിരിസിസ്റ്റിന്റെ ഐഡിയ ഓഫ് റിയലിനെക്കാട്ടിലും എന്താണ് വ്യത്യാസമാണ് എന്നാണ് പറയുന്നത് അല്ലെ? അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഓർഡർ പോകുന്നത്? സി എ എന്നുള്ള രീതിയിലായിരിക്കും ഓർഡർ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. സി എ ഇ ഡി ബി. നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഓക്കെ, സി എന്ന് പറയുന്നത് എന്താണ്? ദ റിയൽ ഈസ് റാഷണൽ, ദ റാഷണൽ ഇസ് റിയൽ. അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ, ഫിലോസഫിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് എന്തായിരിക്കും? ഹെഗലും എംപിരിസിസ്റ്റിന്റെയും ഇവരുടെ രണ്ടുപേരുടെയും റിയൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഉണ്ടാകുന്ന ഡിസ്റ്റിങ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഈ ഓപ്ഷൻ ആണ് വരുന്നത്. ഏതാണ്? കോൺസിക്വൻസ് ഫോർ എംപിരിസിസ്റ്റ്. അതായത് ഹെഗല് എംപിരിസിസ്റ്റുകളെ ഇർറാഷണൽ ആയിട്ടാണ് കാണുന്നത് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എങ്ങനെയാണ് അദ്ദേഹം അബ്സല്യൂട്ട് സ്പിരിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റിയൽ എന്ന് പറയുന്ന കാര്യത്തെ അദ്ദേഹം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതായിരിക്കണം നമുക്ക് അടുത്ത വരുന്ന ഉത്തരം. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? അബ്സല്യൂട്ട് സ്പിരിറ്റിലേക്ക് എത്തുന്ന രീതി. അദ്ദേഹം ഗേസ്റ്റ് എന്നുള്ള വേർഡ് ഇട്ട് അദ്ദേഹം അതിനെ ആ ഒരു അബ്സല്യൂട്ട് സ്പിരിറ്റിനെ വിളിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ കോർ ഫിലോസഫിയാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു പിന്നെ എന്താ വരുന്നത്? അദ്ദേഹത്തിന്റെ ഫിലോസഫിയുടെ കോർ ഇതായിട്ടുള്ള അബ്സല്യൂട്ട് സ്പിരിറ്റിലേക്ക് എത്തുന്ന ആ ഒരു പ്രോഗ്രഷൻ ആയിരിക്കണം നമുക്ക് ഏതിൽ വരേണ്ടത്? ആ ഒരു ഓർഡറിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ വന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 1 സാം, ദാം, ദണ്ഡ, ഭേദ എന്നിങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 വന്നിട്ട് ഗിഫ്റ്റ്, ഡിവിഷൻ, പെർസ്വേഷൻ, ഫോഴ്സ്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് പോർഷനിൽ വരുന്നതാണ്? ഇന്ത്യനിൽ തന്നെ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ വരുന്ന പോർഷനാണ് അല്ലെ? ഇത് ആരാ എഴുതിയേ? ആരാ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്? കൗഡില്യാണ് കൊണ്ടുവന്നത്. കൗഡില്യ അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന വർക്കിലാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാര്യം
മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇതിനെ നമ്മൾ സ്റ്റേറ്റ് ക്രാഫ്റ്റിന്റെ 4 ഉഭയാസ് എന്നാണ് വിളിക്കുന്നത്. ഈ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന സാമ, ദാമ, ദണ്ഡ, ഭേദ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ക്രാഫ്റ്റിന്റെ 4 ഉഭയാസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അത് ആരാ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ കൗടില്യ അർത്ഥശാസ്ത്രയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ടാസ്ക് എന്താണ്? ഇത് ഏതാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ഫസ്റ്റ് നോക്കുമ്പോൾ സാം അതെന്ന് പറയുന്നത് പെർസ്വേഷൻ ആണ്. പെർസ്വേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ എന്താണ് യുദ്ധത്തിലാണ് എന്ന് വെച്ചു. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അവരെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ നോക്കും അല്ലെ. ഓക്കെ, നമുക്കത് പരിഹരിക്കാം എന്നുള്ള രീതിയിൽ വയലൻസ് അവോയ്ഡ് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് ആർഗ്യുമെന്റിലൂടെ ഒപ്പോണന്റിനെ വിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ സാം അല്ലെങ്കിൽ പെർസ്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ മാച്ച് ചെയ്യുന്നത് A3 ആണ്. അടുത്ത രണ്ടാമത് വരുമ്പം ദാം അല്ലെങ്കിൽ ദാന എന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെ വന്നിട്ട് എന്താ വരുന്നേ? ഗിഫ്റ്റ് ആണ് വരുന്നത്. ദാന എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ദാന എന്ന് പറയുമ്പോൾ ദാനം കൊടുക്കുന്നത്, ഗിഫ്റ്റ് എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഒപ്പോണന്റിന് ഓഫറിങ് ചെയ്യുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്ത് പോട്ടെ ഇത്ര തവണത്തേക്ക് ക്ഷമിച്ചേക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ പറയത്തില്ല. അതുപോലെ നമ്മൾ ഗിഫ്റ്റ് ഓഫർ ചെയ്തിട്ട് ഒപ്പോണന്റിനെ നമ്മുടെ വഴിയിലേക്ക് വരുത്താൻ നോക്കുന്ന ഒരു മെത്തേഡാണ് ഈ ദാന എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നതാണ് ദണ്ഡ. ദണ്ഡ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ദണ്ഡ എന്ന് പറയുന്നത് ഫോഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ പറയുന്ന പോലെ മിലിറ്ററി ഫോഴ്സ് വയലൻസ് യൂസ് ചെയ്തിട്ട് ഒപ്പോണന്റിനെ കീഴടക്കുന്ന രീതിയാണ് ദണ്ഡ എന്ന് പറയുന്നത്. ഭേദ എന്ന് പറയുമ്പോൾ ഡിവിഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒപ്പോണന്റിന്റെ ഇടയിൽ തന്നെ നമ്മൾ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവരെ വീക്കൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അതിപ്പോ ഏത് കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വീക്കൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ എന്തായിരിക്കും? കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലെ. അപ്പോൾ അതാണ് ഏതിൽ വരുന്നത്? ഭേദ, ഡിവിഷനിൽ വരുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എങ്ങനെയാ പോകുന്നേ? A3, B2, B2 അല്ല, B1, then C4, D വന്നിട്ട് 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതിൽ വന്നിട്ട് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. A3, B1, C4, D2. ഓക്കെ, അപ്പോൾ ഇതിലതേ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 4 ഉഭയാസ് ഓഫ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് ആണ് ഈ സാമ, ദാന, ദണ്ഡ, ഭേദ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്താണ്? സാമ എന്ന് പറയുമ്പോൾ ഡയലോഗിലൂടെ, പെർസ്വേഷനിലൂടെ നമ്മൾ ഒരു കാര്യം നേടിയെടുക്കുന്നത്. ദാന എന്ന് പറയുമ്പോൾ ഗിഫ്റ്റ്, ദണ്ഡ എന്ന് പറയുമ്പോൾ പണിഷ്മെന്റ്, ഭേദ എന്ന് പറയുന്നത് ഒപ്പോണൻസിന്റെ ഇടയിൽ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ കൗടില്യ മെൻഷൻ ചെയ്തിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് സാമ, ദാന, ഭേദ, ഏറ്റവും ലാസ്റ്റ് ആണ് ദണ്ഡ വരുന്നത്. ആദ്യത്തെ 2 സാമയും അതുപോലെ തന്നെ ദാനയും വന്നിട്ട് സോഫ്റ്റ് പവറും, പിന്നീട് വരുന്ന ഭേദ, ദണ്ഡ എന്ന് പറയുന്നത് ഹാർഡ് പവർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് among the following statements are true about social contract theory? നമ്മളിവിടെ നോക്കുമ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ സോഷ്യൽ കോൺട്രാക്ട് തിയറിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ആൾക്കാരൊക്കെയാണ്? ഹോബ്സ്, ലോക്ക്, റൂസോ. ഇവർ 3 പേരുമാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വാസ് ഗ്ലൂമി, നാസ്റ്റി ആൻഡ് ഡാർക്ക്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ആരും ഓർമ്മ വരും? ഹോബ്സിനെ ഓർമ്മ വരും അല്ലെ. കാരണം അദ്ദേഹം ഈ ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറി മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ്ലി അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റ് വരുന്നതിന് മുമ്പുള്ള സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് വാർ ഓഫ് ഓൾ അഗൻസ്റ്റ് ഓൾ ആയിരുന്നു. അതൊരു കയോസ് സിറ്റുവേഷൻ ആയിരുന്നു. അവിടെ എന്താണ്? വളരെയധികം നാസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിരുന്നത്. എന്താ, ഈ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ വീക്കൺ ആയിട്ടുള്ള ആൾക്കാരെ സ്ട്രോങ് ചൂഷണം ചെയ്തിരുന്ന ഒരു രീതിയാണ് നമുക്ക് കണ്ടുവരാൻ സാധിച്ചിരുന്നത്. അപ്പോൾ വാർ ഓഫ് ഓൾ അഗൻസ്റ്റ് ഓൾ ആണെന്നും ഗ്ലൂമി, നാസ്റ്റി, ഡാർക്ക് ആണെന്നും ഈ ഒരു രീതിയിലാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചറിനെ ആര് എക്സ്പ്ലെയിൻ ചെയ്തത്? ഹോബ്സ് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ വരുന്ന എത്ര സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്കുള്ളത്?
നമുക്ക് ഓപ്ഷൻ 1 ഉണ്ട്, ഓപ്ഷൻ 2 ഉണ്ട്, ഓപ്ഷൻ 4 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആകെ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റത്തുള്ളൂ. ഓപ്ഷൻ 3 മാത്രമേ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ഏതെങ്കിലും എലിമിനേഷൻ മെത്തേഡ് വെച്ച് പോവോ ഇല്ലെന്ന് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ സ്റ്റേറ്റ് എക്സിസ്റ്റഡ് ബിഫോർ ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. സ്റ്റേറ്റ് ഓഫ് നേച്ചറിന് മുന്നേ തന്നെ സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, എന്താണ്? സ്റ്റേറ്റ് ഓഫ് നേച്ചർ കാരണമാണ് സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്തത് എന്ന് വെച്ചാൽ എന്താ പറയാ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹോബ്സ് എങ്ങനെയാണ് പറഞ്ഞത്, ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് വാർ ഓഫ് ഓൾ അഗൻസ്റ്റ് ഓൾ ആയിരുന്നു എന്നാണ്. അതായത് ആദ്യകാലത്ത് മനുഷ്യർക്ക് എല്ലാ തരത്തിലുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു, അവർക്ക് നാച്ചുറൽ റൈറ്റ്സ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരു ഫ്രീഡം അവരിൽ ഉണ്ടായിരുന്നു. അപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സെക്യൂരിറ്റി വീക്കൻ ആയിപ്പോയി. അവർക്ക് ഫ്രീഡം ഉണ്ട്, നാച്ചുറൽ റൈറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അവർക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻഷ്യൂരിറ്റി അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു സെക്യൂരിറ്റി കറക്റ്റ് ആയിട്ട് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ സെക്യൂരിറ്റി വേണം എന്നൊരു തോട്ട് വന്നപ്പോഴത്തേക്കാണ് അപ്പോഴത്തെ ജനങ്ങള് എന്തിലേക്ക് കടന്നത്? ഒരു സ്റ്റേറ്റ് വേണം എന്നുള്ള തോട്ടിലേക്കും അതിലൂടെ സർട്ടൈൻ റൂൾസ് ഫോളോ ചെയ്ത് നമ്മൾ ജീവിക്കാം എന്നുള്ള എഗ്രിമെന്റിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു. ആ ഒരു എഗ്രിമെന്റിന്റെ ഫോമിലാണ് അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റിന്റെ ബേസിസിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ആദ്യം ഉണ്ടായിരുന്നത്? സ്റ്റേറ്റ് ഓഫ് നേച്ചർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇവിടെ പക്ഷേ നേരെ തിരിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വന്നിട്ട് തെറ്റാവും. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ മുന്നിൽ ആകെ 2 ഓപ്ഷനേ ഉള്ളൂ, എയും ബിയും എയും സിയും. നോക്കാം. സി വന്നിട്ട് നോക്കുമ്പോൾ ദി സ്റ്റേറ്റ് ഇസ് ദ റിസൾട്ട് ഓഫ് എ ഹൈപ്പോതെറ്റിക്കൽ എഗ്രിമെന്റ്. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോതെറ്റിക്കൽ എഗ്രിമെന്റിന്റെ റിസൾട്ട് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞു എന്താണ്, സ്റ്റേറ്റ് ഓഫ് നേച്ചർ വളരെയധികം മോശമായി വന്നപ്പോഴത്തേക്കാണ് അവിടുത്തെ ജനങ്ങൾ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടാം എന്നുള്ള തീരുമാനത്തിലാവുകയും അതിന്റെ ഫലമായിട്ട് സ്റ്റേറ്റ് വരികയും ചെയ്തത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണ് നമുക്ക് പറയാം, ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ എയും സിയും കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം കണ്ടുകിട്ടിക്കഴിഞ്ഞു. എന്താ? ഓപ്ഷൻ 2 എ സി ഒള്ളിയാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഓപ്ഷൻ നോക്കാം. ദ സ്റ്റേറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ആണോ? അല്ല, ഗോഡ് അല്ല. ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ഹ്യൂമൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അവർക്ക് സമാധാനപരമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഹ്യൂമൻസ് എന്ത് ക്രിയേറ്റ് ചെയ്തത്? സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തത്. അടുത്ത ഓപ്ഷൻ വന്നിട്ട് പറയുന്നത് എന്താണ്? ദർ വാസ് നോ റൈറ്റ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ റൈറ്റ്സ് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, റൈറ്റ്സ് ഉണ്ടായിരുന്നു. ആ റൈറ്റ്സിന്റെ പരിമിത ഫലമായിട്ടാണ് അവിടെ ഓരോ പ്രശ്നങ്ങൾ വരികയും അതിന്റെ ഫലമായിട്ടാണ് എന്ത് ഫോം ചെയ്യുകയും ചെയ്യുന്നത്? സ്റ്റേറ്റ് ഫോം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതും തെറ്റാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഉത്തരം വന്നിട്ട് എ സി ഒള്ളി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകേണ്ട കാര്യം, സോഷ്യൽ കോൺട്രാക്ട് തിയറി ആരുടെയൊക്കെയാണ്? 3 പേരുടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഹോബ്സ് ഉണ്ട്, ലോക്ക് ഉണ്ട്, റൂസോ ഉണ്ട്. അപ്പോൾ ഹോബ്സിന്റെ ഇതിൽ നോക്കുമ്പോൾ അവിടെ അദ്ദേഹം ഗവൺമെന്റിന് അബ്സലൂട്ട് ആയിട്ടുള്ള അതോറിറ്റി അല്ലെങ്കിൽ അബ്സലൂട്ട് മൊണാർക്കിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഗവൺമെന്റിന്റെ കീഴിൽ എന്ത് പറഞ്ഞാലും ഗവൺമെന്റ് എന്ത് പറഞ്ഞാലും ആൾക്കാർ അനുസരിക്കണം എന്നുള്ള അബ്സലൂട്ട് ആയിട്ടുള്ള ഒരു മൊണാർക്കി ആയിരുന്നു അദ്ദേഹം ഗവൺമെന്റിന് കൊടുത്തിരുന്നത്. അതേസമയം ലോക്കിലേക്ക് വരുമ്പോഴത്തേക്കും ലിമിറ്റഡ് ഗവൺമെന്റ് ആണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ആ ആവശ്യം സാധിക്കാനായിട്ട് എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാർക്ക് ആ ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്യാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഒരു ലിമിറ്റഡ് ഗവൺമെന്റ് ആണ് ആര് പ്രപ്പോസ് ചെയ്തത്? ലോക്ക് പ്രപ്പോസ് ചെയ്തത്. അതേസമയം റൂസോ നോക്കുകയാണെങ്കിലോ അദ്ദേഹം ജനറൽ വില്ലിനെ ബേസ് ചെയ്തിട്ടാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോ കോമൺ ഗുഡിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു സൊസൈറ്റിയിലെ എല്ലാ ഇൻഡിവിജ്വലും എന്ത് ചെയ്യണം? ജനറൽ വില്ല് ഫോളോ ചെയ്തിരിക്കണം എന്നാണ് റൂസോ പറയുന്നത്. അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഗവൺമെന്റ് എന്ന് പറയുന്നത് ബോത്ത് എന്താണ് അബ്സലൂട്ടും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക്കും ആയിരുന്നു. രണ്ടും ആരുടെ കയ്യിലുണ്ട്? റൂസോ പ്രപ്പോസ് ചെയ്ത കോൺട്രാക്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 കാര്യവും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഹോബ്സിന്റെ എന്ന് പറയുമ്പോൾ അബ്സലൂട്ട് മൊണാർക്കിയാണ്, ലോക്ക് വന്നിട്ട് ലിമിറ്റഡ് ഗവൺമെന്റും, റൂസോ വന്നിട്ട് ബോത്ത് അബ്സലൂട്ട് ആൻഡ് ഡെമോക്രാറ്റിക് ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് based on Plato's metaphor of the divided line, arrange the stages of knowledge from lower to higher. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്ലേറ്റോയുടെ ഡിവൈഡഡ് ലൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഒരു 4 സ്റ്റേജസ് ഓഫ് നോളജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ലോവറിൽ നിന്ന് ഹയറിലേക്ക് ആ ഒരു പ്രോഗ്രഷൻ ആണ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിവൈഡഡ് ലൈൻ എന്ന് പറയുന്ന അനാലജി പ്ലേറ്റോ കൊണ്ടുവരുന്നത് റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കിലാണ്. അതിൽ തന്നെ അദ്ദേഹം 2 പാർട്ടായിട്ട് ഇതിനെ തിരിക്കുന്നുണ്ട്. ഈ ഒരു അനാലജി കൊണ്ടുവരുമ്പോൾ തന്നെ 2 പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട്. വിസിബിൾ റിലം എന്നും അതുപോലെ തന്നെ ഇന്റലക്ച്വൽ റിലം എന്നും. ഇദ്ദേഹം ഈ ഒരു ഡിവൈഡഡ് ലൈൻ കൊണ്ടുവരുന്നത് എന്തിനെന്ന് വെച്ചാൽ മെറ്റാഫിസിക്സിന്റെയും എപ്പിസ്റ്റമോളജിയുടെയും റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മെറ്റാഫിസിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് റിയാലിറ്റിയെ കുറിച്ച് പറയുന്നതും, എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ എന്താ നോളജിനെ കുറിച്ച് പറയുന്നതുമാണ് അല്ലെ. അപ്പോൾ ഇതിന്റെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ ഒരു അനാലജി കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം വിസിബിൾ റിലം എന്നും ഇന്റലക്ച്വൽ റിലം എന്നും 2 ആയിട്ട് തിരിക്കുകയും ഈ വിസിബിൾ റിലത്തെ പിന്നെയും സബ് ഡിവൈഡ് ചെയ്ത് 2 ആയിട്ടും ഇന്റലക്ച്വൽ റിലത്തെ പിന്നെയും സബ് ഡിവൈഡ് ചെയ്ത് 2 ആയിട്ട് അങ്ങനെയാണ് തിരിക്കുന്നത്. അതിൽ ഏറ്റവും ലോവർ പാർട്ടിൽ വരുന്നതാണ് ഈ വിസിബിൾ റിലത്തിലെ 2 പാർട്ടുകൾ, ഹയർ പാർട്ടിൽ വരുന്നതാണ് ഇന്റലക്ച്വൽ റിലത്തിലെ 2 പാർട്ടുകൾ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ബിലീഫ്, ഇമാജിനേഷൻ, ഇന്റലിജൻസ്, തിങ്കിങ്. അതിൽ ലോവറിൽ നിന്ന് ഹയർ സ്റ്റേജിലേക്കാണ് നമുക്ക് പോകേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബിലീഫ് ആണ്. ബിലീഫ് വന്നിട്ട് ബിലീഫ് അല്ല, ഇമാജിനേഷൻ ആണ്. ഇമാജിനേഷൻ വന്നിട്ട് എവിടെ ഉള്ളതാണ്? നമ്മുടെ വിസിബിൾ റിലത്തിലുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ഇമേജസ് കാണുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇമാജിനേഷനിൽ വരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബിലീഫാണ്. ബിലീഫാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ലോവർ പാർട്ടിലുള്ള അടുത്ത സ്റ്റേജ് അല്ലെങ്കിൽ വിസിബിൾ റിലത്തിലുള്ള അടുത്ത സ്റ്റേജ് എന്ന് പറയുന്ന ബിലീഫാണ്. അത് കഴിഞ്ഞ് വരുന്നത് തിങ്കിങ്, അത് കഴിഞ്ഞ് ഇന്റലിജൻസ്. ഈ ഒരു പ്രോഗ്രഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇമാജിനേഷൻ, ബിലീഫ്, തിങ്കിങ്, ഇന്റലിജൻസ്. ഇന്റലിജൻസിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹയർ റിലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അവിടെയാണ് നമുക്കൊരു പ്യുവർ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഇന്റലിജൻസിലേക്ക് എത്തുമ്പോഴായിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ 3 BA-BC എന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറഞ്ഞായിരുന്നു, ബിലീഫ് ആണ് ആദ്യം വരുന്നതെന്ന്. സോറി, ഇമാജിനേഷൻ ആണ് ആദ്യം വരുന്നത്. ഇമാജിനേഷൻ, അത് കഴിഞ്ഞ് ബിലീഫ്, ദെൻ തിങ്കിങ്, ഏറ്റവും ലാസ്റ്റ് ആണ് ഇന്റലിജൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇമാജിനേഷന്റെ മറ്റൊരു പേരാണ് എക്കേഷ്യ എന്ന് പറയുന്നത്, ബിലീഫ് പെസ്റ്റസ്, തിങ്കിങ് എന്ന് പറയുമ്പോൾ ഡയോനിയ, ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നോസിസ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആ ഒരു പ്രോഗ്രഷൻ പ്ലേറ്റോ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അനന്തധർമ്മകം വസ്തു മീൻസ്. ഇവിടെ ഒരു സാൻസ്ക്രിറ്റ് ഇതാണ് തന്നിട്ടുള്ളത്. ഇതിന്റെ മീനിങ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന എ തിങ് ഹാസ് ഇൻഫിനിറ്റ് പ്രോപ്പർട്ടീസ്. സെക്കൻഡ് വൺ എ തിങ് ഹാസ് ഫൈനൈറ്റ് പ്രോപ്പർട്ടീസ്. തേർഡ് വൺ എ തിങ് ഹാസ് both the finite and the infinite properties. Fourth one, a thing has neither finite nor infinite properties. Okay, ഇവിടെ വന്നിട്ട് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഇത് അറിയാൻ പറ്റുന്നുണ്ട്. അനന്തധർമ്മകം വസ്തു. നമുക്കിപ്പോൾ സംസ്കൃതം അറിഞ്ഞൂടാ എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വേർഡിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സെന്റൻസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. അനന്തം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഫിനിറ്റ് ആയിട്ടുള്ള, എൻലെസ് ആയിട്ടുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ ഓക്കെ, ഇൻഫിനിറ്റ് വരുന്ന ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? നമുക്ക് 3 ഓപ്ഷന്റെ ഇൻഫിനിറ്റ് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 3ലും 4ലും ബോത്ത് ഫൈനൈറ്റ് ആൻഡ് 3ൽ നോക്കുമ്പോൾ ബോത്ത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റും, 4ല് നൈദർ ഫൈനൈറ്റ് നോർ ഇൻഫൈനൈറ്റ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അനന്ത മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇൻഫിനിറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു തോട്ട് വെച്ചെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള എ തിങ് ഹാസ് ഇൻഫൈനൈറ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ജൈനിസത്തിലുള്ള ഒരു ഇന്ത്യൻ ഫിലോസോഫിക്കൽ ട്രഡീഷനെ കുറിച്ചാണ് ഈ ഒരു ഫ്രേസ് മെൻഷൻ ചെയ്യുന്നത്. അനന്ത എന്ന് പറയുമ്പോൾ സാൻസ്ക്രിറ്റ് വേർഡ് ആണ്. ഇൻഫിനിറ്റ്, എൻലെസ് ഓർ ബൗണ്ട്ലെസ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ധർമ്മകം എന്ന് പറയുമ്പോൾ ധർമ്മയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒന്നാണ്. പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പ്രോപ്പർട്ടീസിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രോപ്പർട്ടീസ് ആകാം അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആകാം, അങ്ങനത്തെ കാര്യമാണ് ധർമ്മകം സൂചിപ്പിക്കുന്നത്.
വസ്തു എന്ന് പറയുമ്പം നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ ഒരു വസ്തു എന്ന് പറയുന്നത് പോലെ തിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അനന്തധർമ്മകം വസ്തു എന്ന് പറയുന്നത് എന്തായിരിക്കും? എ തിങ് ദാറ്റ് പോസസ് ഇൻഫിനിറ്റ് ക്വാളിറ്റീസ് ഓർ പ്രോപ്പർട്ടീസ്. ഇതായിരിക്കും നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 തന്നിട്ടുണ്ട്, ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. അപ്പൊ ലിസ്റ്റ് 1 വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ബീയിങ് ആൻഡ് ടൈം ഉണ്ട്, ബീയിങ് ആൻഡ് നത്തിങ്നെസ് ഉണ്ട്. ഇത് രണ്ടും പഠിക്കാതെ നമ്മൾ ആരും എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫി പഠിക്കത്തില്ല അല്ലെ. അപ്പൊ അത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഭാഗ്യവശാൽ ഇത് രണ്ടും കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ല, ഇപ്പം നമുക്ക് NTA കുറച്ചും കൂടി നമ്മളെ ട്രിക്ക് നമ്മളെ ഇത് പരീക്ഷിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഓപ്ഷനും കൂടി കിട്ടിയാലേ നമുക്ക് കറക്കി കുത്താനോ അല്ലെങ്കിൽ കറക്റ്റ് ഉത്തരം കിട്ടത്തുള്ളൂ അല്ലെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ബീയിങ് ആൻഡ് ടൈം എന്ന് പറയുന്നത് ആരുടെയാണ്? ഹെയ്ഡഗറിന്റെ ആണ് അല്ലെ. ഹെയ്ഡഗറിന്റെ വർക്കാണ് ബീയിങ് ആൻഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ A വന്നിട്ട് 2 വരും. അത് കഴിഞ്ഞ് ബീയിങ് ആൻഡ് നത്തിങ്നെസ് എന്ന് പറയുന്നത് ആരുടെയാണ്? സാർത്രയുടെ വർക്കാണ് അല്ലെ. അപ്പോൾ A2 B3 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. A2 B3 ഓക്കെ, A2 B3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഇവിടെ 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഒന്നും കൂടി അവർ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത വന്നിട്ട് അതർവൈസ് ദാൻ ബീയിങ്. അത് ആരുടെയാണ്? ലെവനാസിന്റെ വർക്കാണ് ഈ അതർവൈസ് ദാൻ ബീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ C4 കിട്ടി. ഇനി നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, A2 B3 C4 D1. നമ്മുടെ ഓപ്ഷൻ എന്താണ്? 1 ആണ്. അപ്പോൾ D നമ്മൾ നോക്കിയില്ലല്ലോ. D എന്ന് പറയുന്നത് ഓൺ ദ സെവറൽ സെൻസസ് ഓഫ് ബീയിങ് ഇൻ അരിസ്റ്റോട്ടിൽ. ഇത് ആരുടെ വർക്കാണ്? ഫ്രാൻസ് ബ്രണ്ടാനോയുടെ വർക്കാണ്. അപ്പോൾ ബീയിങ് ആൻഡ് ടൈം എന്ന് പറയുന്നത് ഹെയ്ഡഗർ, ബീയിങ് ആൻഡ് നത്തിങ്നെസ് എന്ന് പറയുന്ന സാർത്രേ, അതർവൈസ് ദാൻ ബീയിങ് ലെവനാസിന്റെയും ഓൺ ദ സെവറൽ സെൻസസ് ഓഫ് ബീയിങ് ഇൻ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ഫ്രാൻസ് ബ്രണ്ടാനോയുടെയുമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ who among the following philosophers rejected the Platonist view about existence of an evil as substance and endorsed the Neoplatonist view that evil is unsubstantial? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ഫിലോസഫറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് പ്ലേറ്റോണിസ്റ്റ് വ്യൂ റിജക്റ്റ് ചെയ്തിരിക്കുന്നത്? അപ്പൊ അവിടെ പ്ലേറ്റോണിസ്റ്റ് വ്യൂ എന്താണെന്ന് തന്നിട്ടുണ്ട്. എന്താ? ഈവിലിനെ ഒരു സബ്സ്റ്റൻസ് ആയിട്ട് കണക്കാക്കുന്നു എന്നുള്ളത്. ആ ഒരു വ്യൂവിനെ റിജക്റ്റ് ചെയ്തിട്ട് നിയോ പ്ലേറ്റോണിസ്റ്റ് വ്യൂവുമായിട്ട് എന്താണ് യോജിച്ച വ്യക്തി ആര്? നിയോ പ്ലേറ്റോണിസ്റ്റ് വ്യൂ എന്താണ്? ഈവിലിനെ അൺസബ്സ്റ്റൻഷ്യൽ ആയിട്ട് കണക്കാക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം വന്നിട്ട് സെന്റ് അഗസ്റ്റിൻ ആണ്. ഓക്കെ, സെന്റ് അഗസ്റ്റിൻ ആണ് ഈ പ്ലേറ്റോണിസ്റ്റ് വ്യൂവിനെ റിജക്ട് ചെയ്തിട്ട് നിയോ പ്ലേറ്റോണിസ്റ്റ് വ്യൂ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് അല്ലെങ്കിൽ അതുമായിട്ട് യോജിച്ചു പോയത് ആരാണ്? സെന്റ് അഗസ്റ്റിൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. പ്ലേറ്റോയുടെ വ്യൂ അനുസരിച്ച് ഈവിൽ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണ്, ഒരു ഇൻഡിപെൻഡന്റ് റിയാലിറ്റി ആണ് അദ്ദേഹം ഈവിലിനെ കണക്കാക്കിയത്. അതേസമയം അഗസ്റ്റിൻ ഈ ഒരു വ്യൂവിനെ റിജക്ട് ചെയ്യുകയും എന്നിട്ട് നിയോ പ്ലേറ്റോണിസം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു ഈവിൽ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് അല്ല, അതിനൊരു ഇൻഡിപെൻഡന്റ് റിയാലിറ്റി ഇല്ല. ഈവിൽ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഗുഡിന്റെ പ്രൈവേഷൻ ആണ്. ഗുഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന്റെ ആബ്സെൻസ് ആണ് ഈവിൽ എന്ന് പറയുന്നത് എന്നാണ് ആര് പറഞ്ഞത്? അഗസ്റ്റിൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു സംഭവം. ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇരുട്ട് അല്ലെ. ഈ ഇരുട്ടെന്ന് പറയുന്നതിന് സ്വന്തമായിട്ടൊരു റിയാലിറ്റി ഇല്ല. അതിപ്പോ എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് വരുന്നത്? ഇരുട്ട് വരുന്നത്. അപ്പോൾ ലൈറ്റിന്റെ ആബ്സെൻസിൽ എന്താ മുന്നോട്ട് വന്നൊരു കാര്യമാണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. അതുപോലെ ഈവിൽ എന്ന് പറയുന്നത് ഗുഡിന്റെ ആബ്സെൻസിൽ വരുന്ന ഒരു കാര്യമാണ് എന്നാണ് അഗസ്റ്റിൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ പ്ലേറ്റോയുടെ വ്യൂ അനുസരിച്ച് ഈവിൽ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് റിയാലിറ്റി ആണ്. അതേസമയം അഗസ്റ്റിൻ പറയുന്നത് എന്താണ്? അല്ല, ഈവിൽ എന്ന് പറയുന്നത് ഗുഡിന്റെ പ്രൈവേഷൻ മാത്രമാണ്, അതിന്റെ ആബ്സെൻസിൽ വരുന്ന ഒരു കാര്യമാണ് എന്നാ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ which among the following philosophers preaches theistic existentialism? theistic existentialism preach ചെയ്യുന്ന ഫിലോസഫേഴ്സ് ആരാണ് അല്ലെങ്കിൽ ഫിലോസഫർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ സോറൻ കിർക്കെഗാർഡ്, സെക്കൻഡ് വൺ ഫ്രെഡറിക് നീഷെ, തേർഡ് വൺ യാൻ പോൾ സാർത്രേ, ഫോർത്ത് വൺ ഇമാനുവൽ ലെവിനാസ്.
അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആദ്യം കണ്ണും പൂട്ടി തന്നെ നമുക്ക് ഉത്തരം എഴുതാം. ആരാണ്? സോറൻ കിർക്കെഗാർഡ് അല്ലെ? നമ്മൾ എക്സിസ്റ്റൻഷ്യലിസം പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഈ തീസ്റ്റിക് എക്സിസ്റ്റൻഷ്യലിസം. അദ്ദേഹത്തെ ഫാദർ ഓഫ് എക്സിസ്റ്റൻഷ്യലിസം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ ഗോഡിൽ ബിലീവ് ചെയ്യുന്ന കാര്യം അദ്ദേഹം ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ടും ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആയിട്ടുമാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതായിരിക്കും? കിർക്കെഗാർഡ് തന്നെയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ഇൻ ദ സെക്കൻഡ് പ്രയോറിറ്റി റൂൾ ഡിവൈസ്ഡ് ബൈ ജോൺ റോൾസ് ഫെയർ ഓപ്പർച്യൂണിറ്റി ഇസ് ലെക്സിക്കലി പ്രയോർ ടു. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ വെസ്റ്റേൺ സോഷ്യൽ പൊളിറ്റിക്കൽ ഫിലോസഫിയിലെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ജോൺ റോൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസിനെ കുറിച്ചും അതിലെ ഫെയർ ഓപ്പർച്യൂണിറ്റി, അദ്ദേഹത്തിന്റെ തിയറിയിൽ തന്നെ ഫെയർ ഓപ്പർച്യൂണിറ്റി ഏതിനോടാണ് ലെക്സിക്കലി പ്രയോർ ആയിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇക്വാലിറ്റി പ്രിൻസിപ്പിൾ, സെക്കൻഡ് വൺ ഡിഫറൻസ് പ്രിൻസിപ്പിൾ, തേർഡ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി, ഫോർത്ത് വൺ ലിബർട്ടി. നമ്മുടെ കറക്റ്റ് ഉത്തരം വന്നിട്ട് ഡിഫറൻസ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ റോൾസിന്റെ ഇതിൽ നോക്കുമ്പോൾ റോൾസിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, എല്ലാ പേർക്കും ബേസിക് റൈറ്റ്സും ബേസിക് ഫ്രീഡവും നൽകണം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇതിൽ സെക്കൻഡ് പ്രിൻസിപ്പിൾ ആണ് ഈ ഒരു എന്ത് വരുന്നത്, ലെക്സിക്കൽ പ്രയോറിറ്റി വരുന്നത്. അദ്ദേഹം ഒരു ഹൈറാർക്കി കൊണ്ടുവന്നത് ഈ ഒരു സെക്കൻഡ് പ്രിൻസിപ്പിളിലാണ്. അതിൽ അദ്ദേഹം എന്ത് പറയുന്നുണ്ട്, ഫെയർ ഓപ്പർച്യൂണിറ്റി വേണം ആദ്യം നടപ്പിലാക്കേണ്ടത് എന്നുള്ള കാര്യം. അതായത് എല്ലാ പേർക്കും ഒരേ ഈക്വാലിറ്റിയും ഒരേ ഓപ്പർച്യൂണിറ്റിയും എല്ലാ പേർക്കും കിട്ടിയിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് ഓഫ് ദ ലീസ്റ്റ് അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് ഡിഫറൻസ് പ്രിൻസിപ്പിൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു സൊസൈറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പല തരത്തിലുള്ള ഇൻഇക്വാലിറ്റീസ് ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ വെൽത്ത് പരമായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിസിക്കലി ആയിട്ടുള്ള ഇൻഇക്വാലിറ്റീസ്, അങ്ങനെ പല രീതിയിലുള്ള ഇൻഇക്വാലിറ്റീസ് കാണും അല്ലേ? ഇപ്പോൾ വെൽത്ത് രീതിയിൽ ഫോർ എക്സാമ്പിൾ പറയാണ്, വെൽത്ത് രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഇക്വാലിറ്റി ജസ്റ്റ് ആകുന്നത് എന്താ, നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത് എപ്പോഴായിരിക്കും? ആ ഇൻഇക്വാലിറ്റി കാരണം ഒരു ലീസ്റ്റ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഗുണം വരുമ്പോഴായിരിക്കും. അവർക്ക് ബെനിഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഇൻഇക്വാലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ അത് ജസ്റ്റ് ആണോ എന്ന് പറയാം. അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പോ ഈ ഒരു വെൽത്ത് വെച്ച് മുന്നോട്ട് നിൽക്കുന്ന ആള് പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് മനസ്സ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതൊരു ജസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും അത് അങ്ങനെ അല്ല എങ്കിൽ എന്താണ്, നമുക്കത് അനുവദനീയമാക്കാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിൽ ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് ഓഫ് ദ ലീസ്റ്റ് അഡ്വാൻറ്റേജ് നമ്മൾ ഉറപ്പ് വരുത്തണം എന്ന് പറയുന്ന കാര്യമാണ് ഈ ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ റോൾസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം ഈ ഡിഫറൻസ് പ്രിൻസിപ്പിളിനേക്കാൾ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ കൂടുതലായിട്ട് എംഫസിസ് കൊടുക്കേണ്ടത് ഏതിനാണ്, ഫെയർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ആദ്യം നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുക, എല്ലാ പേർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് മതി ഈ ഒരു ഇൻഇക്വാലിറ്റിയിൽ വെച്ചിട്ട് ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ്, ലീസ്റ്റ് അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് എൻഷുർ ചെയ്യുന്ന കാര്യം. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കുക. ഫെയർ ഓപ്പർച്യൂണിറ്റി ഏതിൽ നിന്ന് ലെക്സിക്കലി പ്രയോർ ആയിരിക്കും, ഡിഫറൻസ് പ്രിൻസിപ്പിളിൽ നിന്ന് ലെക്സിക്കലി പ്രയോർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഭട്ടാചാര്യയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ടേംസ് ഓഫ് ഹൈറാർക്കി ഓഫ് എസ്തെറ്റിക് ജോയ് ഫ്രം ലോവർ ടു ദ ഹയർ അക്കോർഡിംഗ് ടു കെ സി ഭട്ടാചാര്യ. ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിപ്പം അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് അറിഞ്ഞുകൂടാ എങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് കറക്കി കുത്താൻ പറ്റും അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും വരുന്നത്, ഇനിഷ്യൽ ജോയ് അസോസിയേറ്റഡ് വിത്ത് ആൻ എസ്തെറ്റിക് ഒബ്ജക്ട്. നമ്മളൊരു ഒബ്ജക്റ്റ് കാണുന്നു, അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ജോയ് എന്താണ്, ഇപ്പോൾ ഒരു സാധനം കാണുമ്പോഴത്തേക്കും അതിന്റെ കളർ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്മെല്ല് കാരണം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് പ്ലഷർ, അതെന്താണോ അതാണ് ഫസ്റ്റ് വരുന്ന ഏത് എസ്തെറ്റിക് ജോയ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും, ഇനിഷ്യൽ ജോയ് അസോസിയേറ്റഡ് വിത്ത് ആൻ എസ്തെറ്റിക് ജോയ്. അത് കഴിഞ്ഞ് വരുന്ന എന്തായിരിക്കും, സിമ്പത്തറ്റിക് ജോയ്. അത് കഴിഞ്ഞ് വരുന്ന പ്രോഗ്രഷൻ ആണ് സിമ്പത്തറ്റിക് ജോയ്. നമ്മൾ കുറച്ചുകൂടി ഡീപ്പർ കണക്ഷൻ ആ ഒബ്ജക്റ്റിനോട് ഫോം ചെയ്യുന്നു. നമ്മൾ കുറച്ചുകൂടി സിമ്പത്തറ്റിക്കും എമ്പതി ഫീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സിമ്പത്തറ്റിക് ജോയ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഏതാ, കണ്ടംപ്ലേറ്റിംഗ് ജോയ്. അതാണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വന്നിട്ട് എങ്ങനെയായിരുന്നു, BCA
ഏതാ വരുന്നത്? ഫസ്റ്റ് ഇനിഷ്യൽ ജോയ് അസോസിയേറ്റഡ് വിത്ത് ആൻ എസ്തെറ്റിക് ഒബ്ജക്ട്. എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഒബ്ജക്റ്റുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നു, അവിടെ നമുക്ക് ഉണ്ടാകുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള സെൻസറി റെസ്പോൺസ്. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ അതിന്റെ കളറിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്മെല്ലിനോട്, സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്യുന്ന, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അതാണ് ഏറ്റവും ലോവസ്റ്റ് ലെവൽ. പിന്നെ വരുന്ന നേരത്തെ പറഞ്ഞ പോലെ സിമ്പത്തറ്റിക് ജോയ്, നമ്മളൊരു ഡീപ്പർ കണക്ഷൻ ഫോം ചെയ്യുകയും ഒരു ഇമോഷണൽ റെസൊണൻസ് നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. അതിലൂടെയാണ് ഇതിലേക്ക് എത്തുന്നത്, കണ്ടംപ്ലേറ്റിംഗ് ജോയിലേക്ക് എത്തുന്നത്. ഇതാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് എസ്തെറ്റിക് അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അവിടെ വന്നിട്ട് ഡീപ്പ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ എൻഗേജ്മെന്റ്, ദെൻ ഒരു എസ്തെറ്റിക് എക്സ്പീരിയൻസ് നമ്മൾ പ്രൊഫൗണ്ട് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു പീക്ക് ലെവലാണ്. നമ്മൾ അവിടെയാണ് ഫുള്ളി ഒരു എസ്തെറ്റിക് കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രസ്സിലായിരിക്കും നമ്മുടെ KC ഭട്ടാചാര്യയുടെ എസ്തെറ്റിക് ഹൈറാർക്കി പോകുന്നത്, ലോവർ ടു ഹയർ എന്ന് പറയും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്. താങ്ക് യു.